എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം ഉത്തരാർത്ഥം അധ്യായം 73 ഇന്ന് ആരംഭിക്കുന്നു. ഈ അധ്യായത്തില് ജരാസന്ധൻ ബന്ധിച്ച രാജാക്കന്മാരെ ഭഗവാൻ വിട്ടയച്ച് അവർക്ക് ഉചിതങ്ങളായ രാജഭോഗങ്ങൾ നൽകി എന്ന സംഗതി പറയുകയാണ്. ആ രാജാക്കന്മാര് ജയിലിലിങ്ങനെ അടച്ചിട്ട് ജയിലിൽ കിടന്നിട്ട് അവർക്ക് ഭക്ഷണം പോലും മര്യാദയ്ക്ക് കൊടുക്കില്ല. അങ്ങനെ ശുഷ്കിച്ച് വാടിത്തളർന്ന ദേഹത്തോടും മലിനമായ വസ്ത്രത്തോടും കൂടി സ്നാന ഭോജനാദികളൊന്നുമില്ലാതെ ജയിലിൽ അടച്ചിട്ടിരുന്ന ആ രാജാക്കന്മാര് പുറത്തിറങ്ങിയപ്പോ കണ്ടതോ സച്ചിദാനന്ദ സ്വരൂപിയായ ഭഗവാനെയാണ്. സന്തോഷം കൊണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതെ അവര് ആ ഭഗവത് പാദത്തിന് വീണ് നമസ്കരിച്ച് അങ്ങോട്ട് സ്തുതിക്കാൻ തുടങ്ങി. ആശ്രിതന്മാരുടെ അഖില ആർത്തികളെയും നശിപ്പിച്ച് അനുഗ്രഹിക്കുന്ന അല്ലയോ ഈശ്വര എന്നാണ്. അവിടുത്തെ ഞങ്ങളിതാ നമസ്കരിക്കുന്നു. രാജഭോഗങ്ങളിൽ ഭ്രമിച്ച് അഹങ്കാരമത്തന്മാരായി അന്യോന്യം കലഹിച്ചുകൊണ്ട് കാലം കഴിഞ്ഞ ഞങ്ങൾക്ക് ഈ ജരാസന്ധം കാരണമാണ് അവിടുത്തെ തൃപാദ ദർശനം സിദ്ധിച്ചത്. മരുമരീചിക പോലെയുള്ള ലൗകിക സുഖങ്ങളിൽ ഞങ്ങൾക്കിതാ വൈരാഗ്യം വന്നു കഴിഞ്ഞു ഭഗവാന്. പുണ്യകർമ്മങ്ങളാൽ കിട്ടുന്ന സ്വർഗാദി സുഖങ്ങളിലും ഞങ്ങൾക്ക് ഇപ്പോൾ മോഹമില്ല. നിന്തിരുവടിയിൽ ഭക്തി ഉണ്ടാവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണേ. അതിനായിട്ട് ഞങ്ങളിതാ നമസ്കരിക്കുന്നു. അങ്ങനെ എന്ന് പറഞ്ഞു ഭഗവാനെ അങ്ങനെ സ്തുതിക്കുക. അവര് കണ്ണീരൊലിപ്പിച്ചുകൊണ്ട് രാജാക്കന്മാരുടെ സ്തുതി കേട്ട് ഭഗവാൻ സന്തുഷ്ടനായി. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് ഉറച്ച ഭക്തി എന്നിലുണ്ടാവും. നിങ്ങൾ എല്ലാവരും അവരവരുടെ കൊട്ടാരങ്ങളിലേക്ക് പോയിട്ട് എന്റെ പ്രീതിക്ക് വേണ്ടി രാജ്യഭാരം ചെയ്യണം. സുഖദുഃഖങ്ങള് രണ്ടും എന്റെ പ്രസാദമായിട്ട് കാണുവിൻ. അവസാനം നിങ്ങൾക്ക് ഞാൻ മോക്ഷം തരികയും ചെയ്യാം. അങ്ങനെ ഭഗവാന്റെ ഉപദേശം കേട്ട് രാജാക്കന്മാര് കൃതാർത്ഥന്മാരായി. രാജോചിതമായ രീതിയിൽ ഭഗവാൻ അവരെ സ്നാന ഭോജനങ്ങള് എല്ലാം ചെയ്യിപ്പിച്ച് കുടുംബസമേത രാജസൂയത്തിന് വരാൻ ക്ഷണിക്കുകയും ചെയ്തു. അങ്ങനെ അവര് അവരവരുടെ രാജ്യങ്ങളിലേക്ക് തന്നെ തിരിച്ചുപോയി. പിന്നീട് ഭീമാർജുനന്മാരോടും കൂടി മടങ്ങി ഇന്ദ്രപ്രസ്ഥത്തിലെത്തി ഭഗവാൻ ജയസൂചകമായി പാഞ്ചജന്യങ്ങളും വിളിച്ചു. ശംഖനാദം കേട്ടപ്പോ ജനങ്ങൾക്ക് വല്ലാത്ത സന്തോഷം. അതാ ശംഖനാദം അങ്ങനെയാണ്. സജ്ജനങ്ങൾക്കൊക്കെ വളരെ സന്തോഷം തോന്നും, ദുർജനങ്ങൾക്കോ ഭയം ഉണ്ടാവും. അങ്ങനെ യുധിഷ്ഠിര മഹാരാജാവിനോട് പറഞ്ഞു, ജരാസന്ധനെ വധിച്ചു. അവിടെ അറിഞ്ഞപ്പോ ഒന്നും മിണ്ടാൻ പറ്റാതെ രാജാവ് സന്തോഷം കൊണ്ട് അല്പനേരത്തേക്ക് ഒന്നും പറയാൻ ശക്തിയില്ലാതെ അങ്ങനെ ഇരുന്നു എന്ന് പറയണം. സന്തോഷം കൊണ്ട് വാക്കുകൾ തൊണ്ടയിൽ അങ്ങോട്ട് കുടുങ്ങിയിട്ട് ഒന്നും സംസാരിക്കാൻ തന്നെ പറ്റണില്ല യുധിഷ്ഠിരന്. അഥ ശ്രീമദ് ഭാഗവത ദശമസ്കന്ധ 370 ശുക്ലാംബരധരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേൽ. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ശ്രീ ഗുരുവായൂരപ്പ ശരണം. കഥാമയം ഭാഗവതാഭിധാനം ഹരേ തനും തേ ചരിതൈ ത്വദീയൈ യഥാമതി ത്വൽപരിതോഷകാമസ്തൗമി സീതാച്യുത മാരുതേശ. ഗംഗണപതേ നമഃ. സംസരസ്വതേ നമഃ. ഗുരുഭ്യോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീശുക ഉവാച ആയുധേ ത്വേ ശതാന്യഷ്ടൗ ലീലയാ യുധി നിർജിതാ
തേ നിർഗതാഗിരിദ്രോണ്യാം മലിനാമലവാസസ ക്ഷുക്ഷാമാ ശുഷ്കവദനാ സംരോധപരികർഷിത ദദൃശുസ്തേ ഘനശ്യാമം പീതകൗശേയവാസസം. ശ്രീ ശിവബ്രഹ്മർഷി പറയാണ്, യുദ്ധത്തില് 20,800 പേര് അനായാസേന ജയിച്ച ജരാസന്ധൻ അവരെ ഗിരിദ്രോണി എന്ന ഒരു പുരത്തില് ജയിലില് ബന്ധിച്ചിട്ടിരിക്കുകയായിരുന്നു. ആ രാജാക്കന്മാരെ എല്ലാം വിട്ടയക്കാൻ ശ്രീകൃഷ്ണ ഭഗവാൻ കൽപ്പന കൊടുത്തു. ആ ജയിലിൽ കിടക്കുന്ന ആ രാജാക്കന്മാർക്ക് സ്നാന ഭോജനാദി ദിനചര്യങ്ങളൊന്നും വേണ്ട പോലെ അവർക്ക് ഭക്ഷണം കൊടുത്തിട്ടില്ല, വസ്ത്രമില്ല. അതുകൊണ്ട് എന്താ, അവരെല്ലാവരും വളരെ ക്ഷീണിച്ച അവശരായിട്ടുണ്ടായിരുന്നു. മുഷിഞ്ഞ വസ്ത്രം, ചളി പറ്റിയത്, അങ്ങനെ മെലിഞ്ഞ് മുഖപ്രസാദമൊന്നും ഇല്ലാത്തവരായിരുന്നു എല്ലാവരും. അവരെ ഭഗവാൻ വന്നങ്ങോട്ട് എല്ലാവരെയും മോചിപ്പിച്ചപ്പോ തങ്ങളുടെ കഷ്ടാവസ്ഥ തീർത്ത് രക്ഷിച്ച ആ കരുണാനിധിയും നീലമേഘശ്യാമളനും പീതാംബരധാരിയുമായ ശ്രീകൃഷ്ണനെ അവരങ്ങോട്ട് ചെന്ന് കണ്ട് നമസ്കരിക്കണം. ശ്രീവത്സാംഗം ചതുർബാഹും പത്മഗർഭാരുണേക്ഷണം ചാരുപ്രസന്നവദനം പുരന്മകരകുണ്ടലം പത്മഹസ്തം ഗദാശങ്കരതാംഗൈരുപലക്ഷിതം കിരീടഹാരകടകടിസൂത്രാംഗദാചിതം ഭ്രാജദ്വരമണിഗ്രീവം നിപീതം വനമാലയാ പിബന്ധൈവ ചക്ഷുർഭ്യാം ലിഖന്തൈവ ജിഹ്വയാ ജിഘ്രന്തൈവ നാസാഭ്യാം രംഭന്തൈവ ബാഹുഭിഃ പ്രണേമുഖദപാപ്മാനോ മൂർധഭിഃ പാദയോർഹരേ. ശ്രീവത്സം എന്ന മാറിൽ പ്രകാശിച്ചും ഭക്തന്മാർക്ക് 4 വിധ പുരുഷാർത്ഥങ്ങൾ ഒരേ സമയത്തിൽ നൽകാനുള്ള ആ 4 കൈകളോടുകൂടിയും താമരപ്പൂവിന്റെ ഉള്ളിൽ കാണുന്ന അരുണ നിറം പോലെ ചുവന്നിരിക്കുന്ന കടക്കണ്ണുകളോടും അതിമനോഹരമായും പ്രസാദത്തെ സൂചിപ്പിക്കുന്ന മന്ദഹാസത്തോടും കൂടിയിരിക്കുന്ന മുഖത്തോടും ഏറ്റവും ശോഭിക്കുന്ന മകരകുണ്ടലങ്ങളോടും ഗദ, ശംഖം, ചക്രം, താമര എന്നിവ 4 കൈകളിൽ ധരിച്ചുകൊണ്ടും കിരീടം, മുത്തുമാല, കടകം, വള, അരയില് നൂല്, തോൾവള എന്നീ ആഭരണങ്ങൾ ഉചിത അവയവങ്ങളിൽ ധരിച്ച് അലങ്കരിച്ചുകൊണ്ടും കൗസ്തുഭം എന്ന രത്നം കഴുത്തിലും വനമാല മാറിലും ധരിച്ചുമിരിക്കുന്ന സുന്ദരമൂർത്തിയെ കണ്ട ഉടനെ പാപം അറ്റവരായ രാജാക്കന്മാര് അതിസംഭ്രമത്തോടെ അഞ്ജലി ബന്ധം ചെയ്തു പാദങ്ങളില് ടാങ്കം നമസ്കരിച്ചു. അവരങ്ങനെ നോക്കി നിൽക്കുന്നത് കണ്ടാൽ തങ്ങളുടെ സങ്കടങ്ങളെ നിശേഷം നശിപ്പിച്ച ആ കാരുണ്യ വിഗ്രഹത്തെ കണ്ണുകൾ കൊണ്ട് പാനം ചെയ്യുകയാണോ, നാവ് കൊണ്ട് നക്കുകയാണോ, മൂക്കുകൾ കൊണ്ട് വാസനിക്കുകയാണോ, കൈകൾ കൊണ്ട് ആലിംഗനം ചെയ്യുകയാണോ എന്ന് തോന്നുന്നു. അതാണ് വിബന്ധ ഇവ ചക്ഷുർഭ്യാം, കണ്ണ് കോരി കുടിക്കുകയാണോ എന്ന് തോന്നുന്നു അവരുടെ നോട്ടം കണ്ടാൽ. വിബന്ധ ഇവ ചക്ഷുർഭ്യാം ലിഖന്ത ഇവ ജിഹ്വയ, നാക്കുകൊണ്ട് ഇങ്ങനെ നക്കി കോരി കുടിക്കുക. അതുപോലെയുള്ള ഭക്തിയോടും കൂടിയിട്ടാണ് അവര് ഭഗവാനെ അങ്ങനെ നോക്കി നിന്ന് നമസ്കരിച്ചത്. കൃഷ്ണ സന്ദർശനാഹ്ലാദധ്വസ്ത സംരോധന ക്ലമാ പ്രശംസുർ ഹൃഷീകേശം ഗീർഭിപ്രാഞ്ജലയോ നൃപാ. രാജാക്കന്മാർക്ക് ശ്രീകൃഷ്ണ സ്വരൂപ ദർശനം നിമിത്തമുണ്ടായ സന്തോഷാധിക്യത്താൽ ഇത്രകാലം അനുഭവിച്ച ആ ബന്ധനക്ലേശം തീരെ നശിച്ചു. ഇതേവരെ ജയിലിൽ കിടക്കുകയാണെന്നുള്ളതൊക്കെ അവര് മറന്നുപോയി. ഭഗവാനെ കണ്ടതോടുകൂടിയിട്ട് എല്ലാ ദുഃഖങ്ങളും മാറി. അവരുടെ കൈകൾ ശിരസിൽ വെച്ച് അഞ്ജലി ബന്ധം ചെയ്തുകൊണ്ട് ഇന്ദ്രിയങ്ങളെ അതിക്രമിച്ചിരിക്കുന്ന ജ്ഞാനാനന്ദമാകുന്ന ദിവ്യസ്വരൂപത്തോടു കൂടിയ ഭഗവാനെ അങ്ങോട്ട് സ്തുതിക്കാൻ തുടങ്ങി. രാജാനൂജു നമസ്തേ ദേവദേവേശ പ്രപന്നാർത്തിഹരാവ്യയ പ്രപന്നാൻ പാഹി ന കൃഷ്ണ നിർവിന്നാൻ ഘോര സംസ്കൃതേ. ശരണം പ്രാപിച്ചവരുടെ സകല സങ്കടങ്ങളും തീർത്ത് രക്ഷിക്കുന്ന ഹേ നാശരഹിതനായ ഭഗവൻ, എന്തിരുവടിക്ക് നമസ്കാരം.
ബഹുവിധ സങ്കടങ്ങളുടെ അനുഭവത്താൽ സംസാരത്തിൽ സുഖലേശമില്ല ഇല്ല എന്നുള്ള അനുഭവത്തോടുകൂടിയവരാകയാൽ വിഷയസുഖങ്ങളിൽ ആശയില്ലാത്തവരും നിന്തിരുവടിയെ ശരണം പ്രാപിച്ചവരുമായ ഞങ്ങളെ, ഹേ സച്ചിദാനന്ദ സ്വരൂപ, മഹാഭയങ്കരമായ സംസാര സങ്കടത്തിൽ നിന്ന് രക്ഷിക്കണമേ എന്ന് അവരിങ്ങനെ പ്രാർത്ഥിക്കണു. അത്രയും സന്തോഷമായിട്ട് അവര് ഭഗവാനെ ഇങ്ങനെ സ്തുതിക്കുകയാണ് ഭക്തിയോട് കൂടിയിട്ട്. ബാക്കിയുള്ള ശ്ലോകങ്ങള് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ.